കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ടീച്ചറെ, ടീച്ചറെ, ടീച്ചറെ എനിക്കൊരു ദോശ. ടീച്ചറെ എനിക്കും. ടീച്ചറെ എനിക്ക് രണ്ട്. മൂന്നും കൂടി ഈ വീട് ഒരു പഞ്ചായത്താക്കി മാറ്റുമല്ലോടാ. ഉമ്മറത്ത് വരാന്തയിലിരിക്കുമ്പോഴും അകത്തെ ബഹളം കേട്ടുകൊണ്ട് വിഷ്ണു അനിഷ്ടത്തോടെ ഏതനെ നോക്കി. അത് നീ നല്ലപ്പോ കേൾക്കുന്നത് കൊണ്ടാ. സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടെ ട്യൂഷൻ ക്ലാസ്സിലെ മറ്റു പിള്ളേരും കാണും ടേബിളിന് ചുറ്റും. അമ്മയ്ക്കൊപ്പം അന്ന് അച്ഛനും ചുറ്റിപ്പോകും ചിലപ്പോ. വളരെ സന്തോഷത്തോടെയാണ് ഏതൻ അത് പറഞ്ഞത്. പക്ഷെ രസമാണ്ടാ. ഞാൻ ഇവർക്കൊപ്പം ഇല്ലായിരുന്ന സമയങ്ങളിൽ ഈ ഒച്ചയിലും ബഹളത്തിലുമൊക്കെയാണ് ജീവിക്കുന്നതെന്നൊരു തോന്നൽ പോലും അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അവന്റെ ശബ്ദത്തിൽ നൊമ്പരം കലർന്നു. തന്റെ പഠിത്തമൊക്കെ പുറത്തായിരുന്നു അല്ലേ? കുറച്ചൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു. ടീച്ചറെ ഒരു ദോശ കൂടി. രമ്യയുടെ ശബ്ദം എല്ലാവരിലും ഉയർന്ന് പുറത്തു വരെ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവള് വയറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. നിനക്ക് രമ്യയുടെ ഭയങ്കര പ്രശ്നമാണല്ലോടാ. ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ കള്ളം പറയില്ല. വിഷ്ണുവിന്റെ സംസാരം കേൾക്കെ ഏതൻ അറിയാതെ ചിരിച്ചുപോയി. അമലവും രമ്യയും പണ്ട് മുതലേ കൂട്ടുകാരല്ലേ? ഒരു പ്രായം മുതൽ. പക്ഷെ മറ്റവളുടെ ഭാവം കണ്ടാൽ തോന്നും ജനിച്ചപ്പോൾ മഞ്ജുവും ചെറിയമ്മയുടെ വയറ്റിൽ നിന്നും ആദ്യം വന്നത് അവളാണെന്ന്. മുഖം വല്ലാത്തൊരു രീതിയിൽ വെച്ചുകൊണ്ടാണ് വിഷ്ണുവിന്റെ സംസാരമെല്ലാം. ശരിക്കും എന്താടാ രമ്യയുമായിട്ടുള്ള പ്രശ്നം? അവന്റെ സംസാരത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായെങ്കിലും കൂടുതൽ കൃത്യമാക്കാൻ വേണ്ടിയാണ് ഏതൻ അത് ചോദിച്ചത്. എന്തു പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തന്നെ ആ ചീവിടിനൊക്കെ ആർക്കാ പ്രശ്നം? ആ പറച്ചിലിൽ തന്നെ മൊത്തവും പ്രശ്നവും ഇല്ലേ വിഷ്ണുവേ? അങ്ങനെ ചോദിച്ചാ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല. എന്തൊരു അഹങ്കാരം ആ പൂത്താങ്കിരിക്ക്. അതിനൊപ്പം നിൽക്കുന്ന ഒരു മുഴം നീളമുള്ള നാക്കും. പെൺപിള്ളേരുടേതായ എന്തെങ്കിലും ഒരു സ്വഭാവം അവക്കുണ്ടോ? ആൺപിള്ളേരെ പോലെ കാലും പറിച്ച് നടന്നോളും. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മൂന്ന് പറഞ്ഞ് അവരുടെ തലയിൽ കൂടി അടിച്ചു പൊട്ടിച്ചിട്ടേ അവൾ തിരിച്ചു വരൂ. അങ്ങനെ ആകെ മൊത്തം അഹങ്കാരി. അപ്പോ അമലുവോ? മോള് പാവം. അതുകൊണ്ടല്ലേ ഇപ്പോഴും അവളെ കൊണ്ട് നടക്കുന്നത്? ആണോ? ആനേ. എന്റെ കുഞ്ഞ് പാവമായതുകൊണ്ടാ ഈ സാധനത്തിനെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൂട്ടുന്ന പോലെ ഒരു സാധനമാണോടാ അത്? നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരും കൂടെ കൂട്ടാത്ത ഒരാളെ അമല് കൊണ്ടു നടക്കണമെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്നല്ലേ വിഷ്ണു അതിനർത്ഥം? ഏതന്റെ ആ ചോദ്യം വിഷ്ണു കേട്ടില്ലെന്ന് നടിച്ച് എങ്ങോട്ടോ നോക്കിയിരുന്നു. അല്ലേടാ വിഷ്ണു? എനിക്കറിയത്തില്ല, നീ അത് വിട്ടെ. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ ആ മുഖം അങ്ങ് ഇരുണ്ടു. ഇതാണ്. ഈ ഒരൊറ്റ മറുപടിയാണ് എല്ലാം. എന്ത്? ഒന്നുമില്ല. അങ്ങനങ്ങ് പറഞ്ഞൊഴിയാതെന്നേ. ഇതിപ്പോ ആദ്യം രണ്ടുപേരുടെ അഴിയും വഴക്കം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങൾ ആജന്മ ശത്രുക്കളാണെന്ന്. അതെ, ഈ ജന്മത്ത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രണ്ടുപേർ. സമ്മതിച്ചു. ഒരു പ്രത്യേക രീതിയിൽ തലയാട്ടി ഏതൻ എഴുന്നേറ്റു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? അതെനിക്ക് നിന്റെ അസുഖം മനസ്സിലായതുകൊണ്ട്. അസുഖവോ? എനിക്ക്? അതെ, നല്ല ഒന്നാന്തര അസുഖം. ദേ, തലയും വലുമില്ലാതെ ഓരോന്ന് പറയാതെ നേർക്ക് നേരെ നിന്ന് കാര്യം പറയടാ. അവന്റെ കളിയാക്കലിൽ വിഷ്ണുവിന്റെ പിടിവിട്ടു തുടങ്ങി. ഇതിനിപ്പോൾ തലയും വാലും ഒന്നും വേണ്ട മോനെ. നീ പറയുന്നത് ഒന്ന് വൃത്തിയായി ഇരുന്ന് കേട്ടാൽ മതി. ആർക്കും മനസ്സിലാവും നിനക്ക് രമ്യയോടുള്ള പ്രശ്നം എന്താണെന്ന്. എന്ത്? തന്റെ മുഖം അവനിൽ നിന്ന് മാറ്റിക്കൊണ്ടായിരുന്നു ആ ചോദ്യം. നിനക്കേ നല്ല ഒന്നാന്തരം അസൂയയും കുശുമ്പുമാണ് കേട്ടോടാ. പറയുമ്പോൾ ഏതനറിയാതെ അല്പം ഉറക്കെ ചിരിച്ചുപോയി. കുശുമ്പോ? എനിക്ക്? അതും അവളോടോ? നിനക്കിത് എന്നടാ തീർക്ക? അതെ, കുശുമ്പ്. അതും നിനക്ക്. അതും അവളോട് മാത്രം. പിന്നെ വലിയ കണ്ടുപിടുത്തം. ഒന്ന് പോയടാ നീ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇതാണ് കാര്യം. നിന്റെ പെങ്ങളെ നിന്നേക്കാൾ കൂടുതൽ ഒരാൾ സ്നേഹിക്കുന്നു. അവൾക്കും ഈ പറയുന്ന വ്യക്തിയോട് ഭയങ്കര ഇഷ്ടമാണുള്ളത്. അപ്പൊ പിന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്ന നിനക്ക് ആ മൂന്നാമത്തെ ആളോട് ദേഷ്യമല്ലാതെ മറ്റെന്താടാ തോന്നുക? അതല്ലേടാ നീ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. നല്ലോണം കളിയാക്കി ചോദിച്ച ചോദ്യത്തിന് പുച്ഛം നിറച്ചൊന്ന് ചുണ്ടുകൊട്ടി അവൻ കാണിച്ചെങ്കിലും പലപ്പോഴും വിനോദം ഇത് പറയാറുണ്ടല്ലോ എന്ന് ചിന്തിച്ചു വിഷ്ണു. കഷ്ടമുണ്ടടാ,
എന്നാലും ഇത്രയും വലിയ ശരീരത്തിൽ ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചിനോട് ഇത്രയും കുശുമ്പോ? മോശം മോശം. ഒന്നിറങ്ങിപ്പോടാ. അവൻ വന്നേക്കുന്നു വലിയ ഷെർലക് ഹോംസ് കളിച്ചോണ്ട്. ഹും. വളരെ കുറഞ്ഞ നേരം കൊണ്ട് അത്രയും നല്ലൊരു സൗഹൃദത്തിന്റെ ചരടിൽ കെട്ടുപിണഞ്ഞിരുന്ന അവർക്ക് പരസ്പരം കളിയാക്കാനും കുസൃതി പറയാനുമുള്ള സ്വാതന്ത്ര്യം ആ നേരത്തിനുള്ളിൽ വന്നു ചേർന്നിരുന്നു. ഒരുപക്ഷെ അവരറിയാതെ തന്നെ. അല്ലെങ്കിലും ചില ബന്ധങ്ങൾ ദൈവം നേരിട്ട് കൂട്ടിയിണക്കിയതാണ്. അതായിരുന്നു ഈ സൗഹൃദവും. എങ്ങനെയാ അമലു? കഴിഞ്ഞോ? ഇല്ല, ഇനിയുമുണ്ട്. ഉം, ധൃതി പിടിക്കണ്ട. നോട്ട്സ് അവരുടെ കയ്യിലുണ്ട്. അത് നോക്കി സമാധാനത്തിൽ എഴുതേ. എനിക്ക് ഇറങ്ങാൻ നേരമായി. അതുകൊണ്ട് ഞാനിത് എടുക്കുക കേട്ടോ. ഉം, ഇന്നലെ ലാബിൽ കൊടുത്ത നോട്ട്സ് ഒക്കെ എഴുതിയില്ലേ? ഉം, സൈൻ ചെയ്യാൻ വെച്ച റെക്കോർഡിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ട് അമലു, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടിരുന്നു. അന്ന് തന്നെ ചോദിക്കണമെന്ന് വെച്ചിരുന്ന, പക്ഷെ പറ്റിയില്ല. ഇന്നൊരു കാര്യം ചെയ്, ചെല്ലുമ്പോൾ തന്നെ ലാബ് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ആ റെക്കോർഡ് എടുക്കണം. എന്നിട്ട് കറക്റ്റ് ചെയ്യാനുള്ളതൊക്കെ ശരിയാക്കി അവിടെ വെച്ചേക്ക്. ഞാൻ സമയം പോലെ നോക്കിക്കൊള്ളാം. ഉം. ഈ തവണയും അവന്റെ മുഖം നോക്കാതെയാണ് അവള് മെല്ലെ ഒന്ന് മൂളിയത്. ആ മൂളൽ ശ്രദ്ധിച്ചുകൊണ്ട് സംശയത്തോടെ അവൻ അവൾക്കടുത്തേക്ക് ചെന്ന് ലാപ്പ് എടുത്തതും പെണ്ണൊന്ന് വിറച്ചു. താൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും ചാടി എഴുന്നേൽക്കുന്നവളുടെ പിടഞ്ഞുള്ള ഇരിപ്പിൽ അവന്റെ കണ്ണൊന്നു കൂർത്തു. നെറ്റിയിൽ വരകൾ വീണു. കണ്ണു ചുരുങ്ങി. അമലു? അവന്റെ ആ വിടിയിൽ പെണ്ണ് രണ്ട് കണ്ണുകളും ഇറുക്കി അടച്ചിരുന്നു. ഇവിടെ ഇപ്പൊ ഇരുന്ന് വെപ്രാളം പിടിച്ചിട്ട് എന്തിനാ? ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെക്കുമ്പോ ഓർക്കണം. ലാബ് അസിസ്റ്റന്റിനെ കൂട്ടിവരുന്ന വഴിക്ക് വെപ്രാളപ്പെട്ടുകൊണ്ട് ഒപ്പം നടക്കുന്നവളെ നോക്കി രമ്യ ദേഷ്യപ്പെട്ടു. പ്ലീസ് രമു, ഇനി നീ കൂടി വഴക്ക് പറയല്ലേ. അത് പറയുമ്പോൾ ഒരുവന്റെ മുഖം പെട്ടെന്ന് അവളുടെ ഓർമ്മയിൽ പാഞ്ഞെത്തി. അത് കാണാതിരിക്കാൻ വേണ്ടി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. പക്ഷേ ഉള്ളിൽ പതിഞ്ഞ മുഖത്തിന് പുറംകണ്ണടച്ചാൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന് ഓർത്തില്ല അവളപ്പോൾ. ആ പറഞ്ഞത് നേര്. ഇനി ഞാൻ കൂടി വഴക്ക് പറഞ്ഞാൽ കോറം പൂർത്തിയാകും. അല്ലടി, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെയും ഒന്നൊഴിയാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നടി യൂവേ? നടക്കുന്നതിനിടയിൽ ഒപ്പം കാണാത്തവളെ തിരിഞ്ഞു നിന്ന് ഏണിന് കയ്യും കൊടുത്ത് രമു ചോദിക്കുമ്പോൾ ആമ്പലിന് പറയാൻ മറുപടി ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നിപ്പോ എന്താ മറുപടി പറയുക? കാണിച്ചു കൂട്ടുന്നതെല്ലാം ആജാതി കാര്യങ്ങളല്ലേ? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ഒന്നുമല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. ഇവള് പറയുന്ന പോലെ ആകാശത്തോട്ട് പോയാലും താൻ പിടിച്ചു വെക്കും. അപ്പൊ പിന്നെ ഇതൊക്കെ കേട്ടേ മതിയാവൂ. നെടുവീർപ്പെട്ടുകൊണ്ടവൾ നോക്കി. അതെ, രണ്ടുപേരും കൂടി സ്വപ്നം ഇവിടെ നിന്ന് കാണാനാണെങ്കിൽ ഞാനിത് പൂട്ടിയിട്ട് വേറെ കാര്യത്തിന് പോകും കേട്ടോ. ലാബ് തുറന്നു കൊടുത്തിട്ടും അതീ കയറാതെ പുറത്തുനിന്ന് കാര്യം പറയുന്നവരെ നോക്കി ലാബിലെ ചേട്ടൻ ഇത്തിരി കലിപ്പെട്ടു. ഒന്ന് സമാധാനപ്പെട് ചേട്ടാ. ഇത് പൂട്ടിയിട്ട് ചേട്ടന് ആണവ കരാറൊന്നും ഒപ്പിടാൻ പോവാനില്ലല്ലോ. ഇങ്ങോട്ട് ചൊറിഞ്ഞോണ്ട് വന്നവനെ അങ്ങോട്ട് കയറി മാന്തും പോലെ രമുവിന്റെ ശബ്ദം കോറിഡോറിൽ അല്പം മുഴക്കത്തോടെ കേട്ടു. ഇതിനെയൊക്കെ എങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കോണെന്ന് തോന്നുന്നു വീട്ടുകാര്. അവളുടെ ആ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാതെ അയാളുടെ ചുണ്ടുകൾക്കിടയിൽ വെച്ച് പിറുപിറുത്തു. പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞോ ചേട്ടാ, ഐ ഡോണ്ട് മൈൻഡ്. അയാൾ തന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് പൂർണ്ണ ബോധ്യമുള്ള രമു ലാബിലേക്ക് കയറും വഴി അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്റെ കൊച്ചെ, തനിക്ക് ഇതിന് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് എടുത്തിട്ട് ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾ വന്നോന്ന് ചോദിച്ചുകൊണ്ട് ആ സാറ് 2 തവണ വിളിച്ചു കഴിഞ്ഞു. ആളുടെ വിചാരം ഞാൻ തുറന്നു തരാത്തോണ്ടാണ് നിങ്ങൾ എടുക്കാത്തതെന്നാ. വല്ലാത്തൊരു മുഷിച്ചിലോടെ അയാൾ കാര്യം പറഞ്ഞതും രമു അകത്തേക്ക് കയറി റെക്കോർഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ദേ, പറഞ്ഞ നാവ് വായിലോട്ടിട്ടില്ല, അപ്പോഴേക്കും വിളി വന്നല്ലോ. പോക്കറ്റിൽ കിടന്നടിച്ച ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ സാറേ. ആ ആ തുറന്നു കൊടുത്തു സാറേ. ആ, എടുക്കുന്നുണ്ട് സാറേ. ആ, ഇവിടെ ഉണ്ട്. ഓ, കൊടുക്കാ സാറേ. ആ, അതാ കൊടുത്തേ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ വന്ന് ഫോൺ ആമ്പലിന്റെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ നിന്ന് സംസാരിക്കുന്ന കണ്ടെങ്കിലും കാര്യം എന്താണെന്നറിയാതെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ അതും നോക്കി അയാളെ നോക്കി ആമ്പൽ പകച്ചുപോയി. സംസാരിക്കുക വച്ചേ, സാറ് ലൈനിലുണ്ട്. ദൂരെ നിന്ന് റെക്കോർഡ് തപ്പുന്നവളെ വിട്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്നവളുടെ കയ്യിലേക്കാണ് അയാൾ ഫോൺ നൽകിയത്. ഞാൻ പറ്റില്ലെന്ന പോലെ ഭയന്നുകൊണ്ട് അവൾ ഫോൺ തിരിച്ചു കൊടുത്തതും അയാൾ പിന്നെയും ഒച്ചയെടുത്തു. എന്നോടല്ല സാറിന്, നിങ്ങളോടാ എന്തോ പറയേണ്ടത്. അയാളുടെ ദേഷ്യം കണ്ടതും പെണ്ണ് പെട്ടെന്ന് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ രമ്യ? കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ഏതൻ ഒരിക്കൽ കൂടി വിളിച്ചു. ഞാൻ
അത്രയും നേരം നിശബ്ദമായിരുന്നിടത്ത് കേട്ട ചെറിയ ശബ്ദത്തിൽ ഏതന്റെയും സ്വരം ഒന്ന് അറച്ചു. രമ്യ ഒപ്പമില്ലേ? അവൾക്ക് ഫോൺ കൊടുക്ക്. തന്നോട് ഒരു വാക്കുപോലും പറയാതെ രമ്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞത് രാവിലത്തെ ദേഷ്യം കൊണ്ടാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ അവൾ ഫോണുമായി രമ്യക്കടുത്തേക്ക് ചെന്നു. നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്ന കണ്ണുകൾ കൈയാലെ തുടച്ചുകൊണ്ട് അവൾ രമ്യക്ക് നേരെ ഫോൺ നീട്ടി. ആരാടി? ഒന്നും പറയാതെ ഫോൺ ടേബിളിലേക്ക് വെച്ച് അവൾ അല്പം മാറി നിന്നു. ഇതിപ്പോ എന്താ കഥ എന്നുള്ള അർത്ഥത്തിൽ രമ്യ അവളെ നോക്കിക്കൊണ്ടാണ് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചത്. ആ, അതെ സർ. ഇല്ല സർ, ഇപ്പൊ വന്നതേ ഉള്ളൂ. അറിഞ്ഞുകൂടാ സർ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രീ പീരീഡിൽ ഷീല മിസ് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് സ്ട്രെയിറ്റ് ക്ലാസ് എടുക്കുന്നു എന്നൊക്കെയാ പറഞ്ഞത്. ഇല്ല, ഗിരീഷ് സാറിനെയും പീതാംബരൻ സാറിനെയും ഒന്നും കണ്ടില്ല. നോക്കട്ടെ. ഓക്കെ സർ. ഇവിടെയോ? ഹാ, അതെനിക്ക് കൃത്യമായി അറിയില്ല. നോക്കണം. ഓക്കെ സർ. ഇല്ലില്ല, ചോദിക്കട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. യെസ് സർ, താങ്ക് യു. അവസാനം ഫോൺ വെക്കുമ്പോഴേക്കും അവൾ ചിരിയോടെയാണ് വെച്ചത്. മുന്നിൽ നിൽക്കുന്ന ലാബ് അസിസ്റ്റന്റും അമ്പലവും അവളെ ഒരുപോലെ നോക്കി. ചേട്ടാ, ചേട്ടൻ ഇവിടെ 2 മിനിറ്റ് നിൽക്കണം കേട്ടോ. നിൽക്കാനോ? അതൊന്നും പറ്റില്ല. എനിക്കിപ്പോൾ കെമിസ്ട്രി ലാബിൽ ജോലിയുണ്ട്. എങ്കിൽ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ അങ്ങോട്ട് വെക്കോ. ഇവിടെ നിന്നോളും. ഞാനിപ്പോ വരാം. കൊച്ചെ, അങ്ങനെ സാറിന്റെ അനുവാദമില്ലാതെ ലാബ് ഒന്നും നിങ്ങൾക്ക് തുറന്നു തന്നിട്ട് പോകാൻ പറ്റില്ല. എന്റെ പണി പോകും. അതിന് സാറിന്റെ അനുവാദമില്ലെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞേ? ഇപ്പൊ വിളിച്ച് സാറാണ് പറഞ്ഞത് ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ. അതിന് ആള് ട്രെയിനിയിലല്ലേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്. സാറിനെ നേരിട്ട് വിളിച്ച് സംശയം അങ്ങ് തീർത്തേക്ക്. അല്ലെങ്കിലും ഞാൻ വിളിച്ചു ചോദിക്കും. അവളോട് ഒരു തരം വാശി കാണിക്കുന്ന പോലെ അയാള് അപ്പൊ തന്നെ ഏതനെ വിളിച്ചു. എന്താ രമു, എന്താ പറഞ്ഞേ? അത് പിന്നെ ഉച്ച കഴിഞ്ഞുള്ള സാറന്മാർ പലരും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഫെയർ റെക്കോർഡ് എഴുതാൻ ബാക്കിയുള്ളവർ ലാബിൽ തന്നെ വന്നിരുന്ന് എഴുതിക്കോളാൻ. അവളുടെ കണ്ണൊന്നും മിഴിഞ്ഞു. നീ ഇങ്ങനെ കണ്ണും തുറിച്ച് നോക്കണ്ട. റഫായിരുന്നെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എഴുതാൻ പറഞ്ഞേനെ സർ. ഇതിപ്പോ ഫെയർ റെക്കോർഡ് ആയതുകൊണ്ടാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക്. ഞാൻ താഴെ ടീച്ചേഴ്സിന്റെ റൂമിൽ പോയി ഒന്ന് തിരക്കിയിട്ട് വരട്ടെ, അടുത്ത അവേഴ്സ് ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ പോയി ബാക്കി എഴുതാനുള്ളവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. മൂളിക്കൊണ്ട് അവൾ ലാബിന്റെ വാതിലിലേക്ക് നടന്നു. രമ്യ പുറത്തിറങ്ങുന്ന കണ്ടതും ലാബ് അസിസ്റ്റന്റ് അവളെ പിന്നീന്ന് വിളിച്ചു. ദാ ഫോൺ. എനിക്കോ? രമ്യ താനല്ലേ? എടുത്തു ചോദിച്ചത് തനിക്ക് തരാതിരിക്കാൻ ആണെന്ന് തോന്നിയതും അപ്പുറത്ത് നിന്നവളുടെ കണ്ണ് പിന്നെയും കൂർത്തു. ആ സർ, അത് പിന്നെ ആ പുള്ളിക്ക് കെമിസ്ട്രി ലാബിൽ പോകണമെന്ന്. അപ്പൊ പിന്നെ അത് തുറന്നിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ അവളെ നിർത്താമെന്ന് വെച്ചത്. ഏ? ചിരിയോടെ സാറിനോട് മറുപടി പറയുന്ന കണ്ട് ആമ്പലിന്റെ മുഖം ചുളുങ്ങി. അത് കണ്ടതും രമ്യയുടെ മുഖം കുറുമ്പിൽ ഒന്ന് തിളങ്ങി. ഏതൻ സർ? സാറി എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. പറയുന്നതിനൊപ്പം തന്നെ അവൾ ഫോൺ സ്പീക്കറിലേക്ക് ഇട്ടു. ആ സമയം ഇവൾ ഇത്രയും ചിരിക്കാൻ പാകത്തിൽ സർ എന്താണ് പറഞ്ഞതെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഒരുവളുടെ കണ്ണും ചെവിയുമെല്ലാം ആ ഫോണിലേക്ക് മാത്രമായി. ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? കേട്ട് സർ, പക്ഷെ ക്ലിയർ ആയില്ല. രമ്യ, ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ കൂടെ ആ നീട്ടൽ കൂടി ആയതും എന്തോ എക്കോ കേൾക്കും പോലെയാണ് ആമ്പലിന് തോന്നിയത്. സർ, അവിടെ പാറ്റയും പല്ലിയും മാത്രമല്ല രമ്യ. കഴിഞ്ഞ ദിവസം ഞാൻ 2 എലിയെ കൂടെ കണ്ടിട്ടുണ്ട്. നീ നിന്റെ കൂട്ടുകാരി അവിടെ നിർത്തിയിട്ട് പോയാ പിന്നെ തിരിച്ചു വരുമ്പോ മിക്കവാറും നീ കാണുന്നത് ആ കുരുപ്പ് അവിടെ ബോധം കെട്ട് കിടക്കുന്നതാകും. എന്തിനിപ്പാ വെറുതെ? അതുകൊണ്ട് സ്വയം പണി കൂട്ടാതെ അതിനെ വിളിച്ചുകൊണ്ട് പോ. എന്നിട്ട് ഫോൺ ആ രതീഷിന് കൊടുക്ക്. ഞാൻ പറയാം നിങ്ങൾ എഴുത്ത് തീരും വരെ കൂടെ നിൽക്കാൻ. സർ, വായ പൊത്തിപ്പിടിച്ച് ചിരിക്കാൻ വയ്യാതെ അവൾ ആമ്പലുവിനെ നോക്കുമ്പോൾ രതീഷ് ഏട്ടനും സാറ് പറയുന്ന കേട്ട് ചിരിച്ചുകൊണ്ട് വായി പൊത്തുന്നതാണ് അവൾ കാണുന്നത്. മുന്നിൽ നിൽക്കുന്ന 2 പേരും തന്നെ കളിയാക്കിയാണെന്ന് തോന്നിയതും അവൾ ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് ലാബിൽ നിന്നും ഇറങ്ങി നടന്നു. ചേട്ടാ, ലവള് പിണങ്ങി. ഇന്നാ ഫോൺ. അയാൾക്ക് ഫോൺ കൊടുത്തുകൊണ്ട് രമ്യ ലവൾക്ക് പിന്നാലെ ഓടിച്ചെന്നു. ഇതിപ്പോ ലാബിൽ തന്നെ ഇരുന്ന് എഴുതണമെന്ന് എന്താ ക്ലാസ് നിങ്ങൾക്കൊക്കെ നിർബന്ധം? ക്ലാസ്സിലിരുന്ന് എഴുതിയാലും ഒക്കില്ലേ? റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ ലാബിലേക്ക് വരാൻ വേണ്ടി രമ്യ വിളിച്ചതിന് പിന്നാലെ സാറ ചാടി എഴുന്നേറ്റുകൊണ്ട് ആക്രോശിച്ചു. അവളുടെ ആ കൂക്കിവിളി എല്ലാരും കേട്ടെങ്കിലും അതിനെ വലിയ കാര്യമാക്കാതെ കുറച്ചുപേർ രമ്യക്കൊപ്പം പോകാൻ തുടങ്ങി. ഇതിപ്പോൾ ഏതൻ സാറ് പോലുമില്ല. പിന്നെ ആരാ പറഞ്ഞത് അവിടെ പോയി എഴുതാൻ?
താൻ പറയുന്നത് കേട്ടിട്ടും മറുപടി ഒന്നും പറയാതെ നടക്കുന്നവളുടെ മുന്നിലേക്ക് കയറി നിന്ന് സാറ് ചോദിച്ചു, ആരും പറഞ്ഞില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുക. എന്തേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനിയിപ്പോ നിനക്കത്ര പ്രശ്നമാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ താഴെ പോയി ചോദിക്ക്, അല്ലെങ്കിൽ സാറിനെ നേരിട്ട് വിളി. മുന്നിൽ കയറി നിന്നവളെ പുച്ഛിച്ചുകൊണ്ട് രമ്യ നടന്നതും ബാക്കിയുള്ളവരുടെ ഭാവവും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാരും കൂടി ഇവൾക്ക് പിന്നാലെ കൊടിയും പിടിച്ച് പോകുന്നതൊക്കെ കൊള്ളാം. ഒന്നാമത് നമ്മുടെ സാറ് പോലും ഇല്ല ഒപ്പം. അപ്പൊ പിന്നെ ലാബ് തുറന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടെ പോകുന്നവരെല്ലാം കൂടി അനുഭവിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നൊന്നും പറയല്ല. ഭീഷണിയുടെ ഭാഷ ഏൽക്കാതെ വന്നതും അവൾ കുട്ടികളെ ഭയപ്പെടുത്തുന്ന പോലെ എങ്ങോ നോക്കി പറഞ്ഞു. അതൊരു പരിധിവരെ ഏറ്റെന്ന് പുറത്തേക്ക് പോകാൻ നിന്ന പലരും അറച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ രമ്യക്ക് തോന്നി. രമ്യ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു. സാർ ഇനി എപ്പോ വന്നാ റെക്കോർഡ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതിപ്പോ നിങ്ങൾ ഇവിടെ ഇരുന്ന് എഴുതിയാലും കൊള്ളാം, ലാബിൽ വന്നിരുന്ന് എഴുതിയാലും കൊള്ളാം. ആ നേരത്ത് നമ്മുടെയൊക്കെ റെക്കോർഡ് കംപ്ലീറ്റ് ആയി അവിടെ കാണണമെന്നേ ഉള്ളൂ സാറിന്. പിന്നെ ലാബിൽ വന്നിരുന്നാണ് എഴുതുന്നതെങ്കിൽ വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് എല്ലാവർക്കും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സാർ പറയാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്റെ ജോലി കംപ്ലീറ്റ്. തിരിഞ്ഞു നിന്നവൾ എല്ലാവരെയും കേൾക്കെ പറഞ്ഞതും രണ്ടു മനസ്സുമായി നിന്നവർ അവളുടെ പുറകെ പോവുക തന്നെ ചെയ്തു. എടി, സാധാരണ ഇങ്ങനെ ലാബൊന്നും തുറന്നു കൊടുത്ത് എഴുതിപ്പിക്കാറില്ലല്ലോ സാറന്മാർ ആരും. ഇതിപ്പോ എന്താ കഥ? റെക്കോർഡ് തുറന്നുകൊണ്ട് രമ്യക്കൊപ്പം ഇരുന്നാണ് ആസി അത് ചോദിച്ചത്. നിനക്കറിയില്ലേ എന്താ കാര്യമെന്ന്? രമ്യ ഇത്തിരി കലിപ്പിട്ട് ആസിയെ നോക്കി. എടി, ഇതപ്പോ രാവിലത്തെ ആ ഒച്ചപ്പാടിന്റെ ബാക്കിയാണോ? അല്ലാതെ തന്നെ ഇവിടെ ഇപ്പൊ സാറന്മാർക്ക് ആണോ നിർബന്ധം പിള്ളേര് പഠിക്കണമെന്ന്? ഇത്തിരി കടുപ്പിച്ച് രമ്യ ചോദിക്കുമ്പോൾ ആസിയുടെയും നൗഫിയുടെയും നോട്ടം മുന്നിൽ കുനിഞ്ഞിരുന്ന് എഴുതുന്നവളിൽ മാത്രമായിരുന്നു. നോക്കിയേ, ഇപ്പൊ എന്താ ഉത്തരവാദിത്തമെന്ന്. ഇതിന്റെ നാലിലൊന്നെങ്കിലും അവൾ രാവിലെ കാണിച്ചിരുന്നെങ്കിൽ സാർ അത്രയും ദേഷ്യപ്പെടുമായിരുന്നോ? പല്ലും കടിച്ചു പിടിച്ച് മറ്റാരും കേൾക്കരുത് എന്നുള്ള നിർബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് രമുവിന്റെ പറച്ചിൽ. മതിയടി, ഇനിയും വഴക്ക് പറയണ്ട. അല്ലേ തന്നെ നല്ല സങ്കടത്തിലാണ് പെണ്ണ്. ഇനി വീണ്ടും കരയിക്കേണ്ട. കുഞ്ഞിരുന്ന് പുറം കൈയാലെ കണ്ണു തുടയ്ക്കുന്നവളെ നോക്കി നൗഫി പാവം വെച്ച് പറഞ്ഞു. ആ നേരം ആമ്പലിന്റെ മനസ്സിലും രാവിലത്തെ കാര്യങ്ങളായിരുന്നു. അവള് ഇറുക്കി കണ്ണടച്ചതും അവളുടെ ചെവിയിൽ ഏതൻ രാവിലെ വിളിച്ച അമലു എന്നുള്ള വിളിയുമൊക്കെ മുഴങ്ങി കേട്ടു. ചിന്തകൾ അത്രയും രാവിലെ അവന്റെ വിളിയിൽ പോയി നിന്നു. അമലു! പെണ്ണ് അവനെ നോക്കാതെ കൈകൾ ചുരുട്ടി കുനിഞ്ഞിരുന്നു. നിന്നോട് എന്തു പറഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് പോയേ? അവൾക്കും മേശയ്ക്കും ഇടയിൽ മടിയിൽ ചുരുണ്ടു കിടക്കുന്നവളെ നോക്കി ഏതൻ പിന്നെയും ദേഷ്യപ്പെട്ടു. എല്ലാം എഴുതി തീർത്ത് പഠിച്ചിട്ട് മാത്രം ഇതിനെ എടുത്തു വെച്ച് കളിപ്പിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും കേൾക്കാതെ ഞാൻ പോയതിന്റെ പിറകെ അതിനെ പോയി എടുത്തു. അതല്ലേ ഇത്രയും നേരം കൊണ്ട് നോട്ട്സ് തീരാതിരുന്നത്? ദേഷ്യത്തോടെയുള്ള അവന്റെ ഒച്ചപ്പാടിൽ അവൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ കണ്ണുമടച്ചു നിന്നാൽ മതിയല്ലോ. ഇവിടെ ബാക്കിയുള്ളവൻ അത്രയും കഷ്ടപ്പെട്ടവളെ പഠിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവളുടെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ. നിനക്ക് പഠിക്കുന്നതിലും വലുത് ഈ പൂച്ചക്കുഞ്ഞാണ് അല്ലേ? വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ഏതനിൽ ആ സമയം. ശരി, നീ പൂച്ചയും കളിപ്പിച്ചോണ്ട് ഇവിടെ നിന്നോ. ഒരു വക പഠിക്കണ്ട, ഞാനും ഒന്നും നോക്കില്ല. അവള് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ ലാപ്പ് ബാഗിലേക്ക് എടുത്തു വെച്ചു. അവിടെ പിൻകൈയും കൊണ്ട് കണ്ണുനീർ തുടയ്ക്കുകയാണ്. അവന്റെ ദേഷ്യം പിന്നെയും കൂടി. മതി കരച്ചിൽ, ഇനി ഞാനായിട്ട് നിന്റെ പഠിത്തം പറഞ്ഞുകൊണ്ട് വരില്ല. എപ്പോ നീ എൻ്റെ അടുത്ത് വന്ന് നീ പഠിച്ചോളാം എന്ന് പറയുന്നു ആ സമയം വരെ നിന്റെ ഒരു കാര്യവും ഞാൻ ശ്രദ്ധിക്കില്ല അമലു. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. എപ്പോ നോക്കിയാലും ഒരു പൂച്ചക്കുട്ടി. ഇന്ന് നീ വരുമ്പോൾ ഇതിനെ നിനക്ക് തരണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ ഇനിയില്ല. നോക്കിക്കോ, ഇനി പരീക്ഷ കഴിയുന്നവരെ ഇതിനെ നിന്റെ അടുത്തെങ്ങാനും ഞാൻ കണ്ട അപ്പോഴാ ബാക്കി. ഇപ്രാവശ്യത്തെ മാർക്ക് അനുസരിച്ചിരിക്കും പൂച്ചക്കുഞ്ഞും ഒത്തിരിക്കണോ അതോ രണ്ടായി രണ്ടെടുത്തിരിക്കണമെന്നത് എനിക്ക് തീരുമാനിക്കാൻ. കലിപ്പിച്ചുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് ചുണ്ടും പിളർത്തി പൂച്ചയെ നെഞ്ചോടടക്കി പിടിച്ചിരുന്ന് കസേരയുടെ പിന്നിലിരുന്ന് കരയുന്നവളെയാണ്. അറിയാതെ പോലും തൊട്ടാൽ രക്തം കിനിയും പോലെ ചുവന്ന് വിറച്ച് നിൽക്കുന്നവളെ കണ്ടതും ബാക്കി പറയാൻ വന്ന എന്തോ പല്ലുകൾക്കിടയിൽ ചവച്ചരച്ച് അവൻ അവളെ ഒന്നുകൂടി നോക്കി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമലൂ! പോകും വഴി അവന്റെ ചുണ്ടിൽ ആ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.